എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾക്ക് മോഡേൺ CSSലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ വെബ് ഡെവലപ്പർമാർക്കും മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമായ CSS Flexboxനെ പരിചയപ്പെടാം. വളരെ പവർഫുൾ ആയ ഒരു CSS പ്രോപ്പർട്ടിയാണ് ഡിസ്പ്ലേ ഫ്ലക്സ് എന്ന് പറയുന്നത്. ഈ പ്രോപ്പർട്ടി നിങ്ങളെ ഫ്ലെക്സിബിളും റെസ്പോൺസീവുമായ ലേഔട്ടുകൾ ഉണ്ടാക്കാൻ വളരെയധികം സഹായിക്കുന്നതാണ്. ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ റാപ്പർ ഡിവിൻ്റെ ഉള്ളിൽ അതിൻ്റെ ചൈൽഡ് ഡിവുകളെ അലൈൻ ചെയ്യുവാനും പെർഫെക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുവാനും വേണ്ടി നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഡിസ്പ്ലേ ഫ്ലക്സ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. അതിനുശേഷം ഈ ഡിവിന് ഒരു ക്ലാസ് നെയിം കൊടുക്കാം. ഞാൻ ഇതിനെ ഫ്ലക്സ് കണ്ടെയ്നർ എന്ന് വിളിക്കുന്നു. നിങ്ങൾക്കിതിനെ ഫ്ലക്സ് കണ്ടെയ്നർ എന്നോ ഫ്ലക്സ് റാപ്പർ എന്നോ കണ്ടെയ്നർ എലമെന്റ് എന്നോ എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാവുന്നതാണ്. അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾക്ക് CSSലോട്ട് പോവാം. CSSൽ ഞാൻ ഈ ക്ലാസ്സിന് വേണ്ടി ഒരു റൂൾ എഴുതുന്നു. ഇതിൽ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ താരമായ ഡിസ്പ്ലേ ഫ്ലക്സ് എന്ന് തന്നെ എഴുതാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഡിവിനെ ഒരു ഫ്ലക്സ് കണ്ടെയ്നർ ആക്കി മാറ്റിയിരിക്കുന്നു എന്ന് പറയാം. ഇങ്ങനെ ഡിസ്പ്ലേ ഫ്ലക്സ് എന്ന് ഡിഫൈൻ ചെയ്യുന്ന ഡിവുകളെ നമ്മൾ ഫ്ലക്സ് കണ്ടെയ്നേഴ്സ് എന്ന് വിളിക്കുന്നു. ഇതുപോലെയുള്ള ഒരു ഡിവിന്റെ ചൈൽഡ് എലമെന്റ്സിനെ നമ്മൾ ഫ്ലക്സ് ഐറ്റംസ് എന്നും വിളിക്കുന്നു. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഈ ഡിവിന് കുറച്ച് സ്റ്റൈൽസ് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡിവിന്റെ ഉള്ളിൽ 3 ചൈൽഡ് ഡിവുകൾ ആഡ് ചെയ്യാം. മൂന്നിനും ഞാൻ ചൈൽഡ് എലമെന്റ് എന്ന ഒരു കോമൺ ക്ലാസ് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ ഓരോന്നിനും 1, 2, 3 എന്നിങ്ങനെ യുണീക്കായ ഓരോ ക്ലാസും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലക്സിന്റെ ഓരോ പ്രോപ്പർട്ടീസ് എന്താണെന്നും അവ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നും നോക്കാം. ഫ്ലക്സ് ഐറ്റംസ് അഥവാ ഡിസ്പ്ലേ ഫ്ലക്സ് അപ്ലൈ ചെയ്ത കണ്ടെയ്നർ എലമെന്റിന്റെ ചൈൽഡ് എലമെന്റ്സ് ഈ കണ്ടെയ്നറിന്റെ അകത്ത് എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന പ്രോപ്പർട്ടിയാണ് ഫ്ലക്സ് ഡയറക്ഷൻ. ഇതിന്റെ ഡീഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് റോ എന്നാണ്. അതായത് നിങ്ങൾ വെറുതെ ഒരു ഡിവിന് ഡിസ്പ്ലേ ഫ്ലക്സ് എന്ന് മാത്രം സെറ്റ് ചെയ്താൽ അതിലുള്ള ചൈൽഡ് എലമെന്റുകൾ ഒരു റോ ആയിട്ട് ആ ഡിവിന്റെ ഉള്ളിൽ അലൈൻ ചെയ്യപ്പെടും എന്നാണ് മീനിങ്. ഇനി നമ്മൾക്കിവിടെ ഫ്ലക്സ് ഡയറക്ഷന്റെ മറ്റൊരു വാല്യൂ ആയ കോളം എന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഓരോ ചൈൽഡ് എലമെന്റ്സ് വെർട്ടിക്കലായി അറേഞ്ച് ചെയ്യപ്പെട്ടത് കാണാം. ഫ്ലക്സ് ഡയറക്ഷന്റെ പോസിബിൾ വാല്യൂസ് ഇവയൊക്കെയാണ്: റോ റിവേഴ്സ്, കോളം റിവേഴ്സ് എന്ന് കൊടുത്താൽ ചൈൽഡ് എലമെന്റ്സ് നേരെ ഓപ്പോസിറ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യപ്പെടും എന്ന് മാത്രം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കോൺസെപ്റ്റ് ഉണ്ട്. CSS ഫ്ലെക്സ്ബോക്സിന് 2 ആക്സിസുകളാണ് ഉള്ളത്. ഒരു മെയിൻ ആക്സിസും ഒരു ക്രോസ് ആക്സിസും. ഈ ആക്സിസുകൾ ഫ്ലക്സ് ഡയറക്ഷൻ എന്ന പ്രോപ്പർട്ടിയെ ആശ്രയിച്ചിരിക്കുന്നു. ഫ്ലക്സ് ഡയറക്ഷൻ റോ ആകുമ്പോൾ ഹൊറിസോണ്ടൽ ആക്സിസ് ആണ് നമ്മുടെ മെയിൻ ആക്സിസ് എന്ന് പറയാം. ഫ്ലക്സ് ഡയറക്ഷൻ കോളം ആകുമ്പോൾ ഇത് വെർട്ടിക്കൽ ആക്സിസ് ആകുന്നു. മെയിൻ ആക്സിസിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിനെയാണ് നമ്മൾ ക്രോസ് ആക്സിസ് എന്ന് വിളിക്കുന്നത്. ഡിസ്പ്ലേ ഫ്ലക്സ് യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ഒരിക്കലും മറക്കരുത്. ഇനി ഫ്ലക്സ് ഡയറക്ഷൻ റോ ആയിരിക്കുന്ന സമയത്ത് ചൈൽഡ് എലമെന്റുകളെ ഫ്ലക്സ് കണ്ടെയ്നറിന്റെ ഉള്ളിൽ ഹൊറിസോണ്ടലി എങ്ങനെ അലൈൻ ചെയ്യാമെന്ന് നോക്കാം. ഇതിനുവേണ്ടി നമുക്ക് ജസ്റ്റിഫൈ കണ്ടന്റ് എന്ന പ്രോപ്പർട്ടി ഉപയോഗിക്കാം. ഈ പ്രോപ്പർട്ടിയുടെ വാല്യൂ ആയി നമുക്ക് ഫ്ലക്സ് സ്റ്റാർട്ട്, സെന്റർ, ഫ്ലക്സ് എൻഡ്, സ്പേസ് ബിറ്റ്വീൻ, സ്പേസ് അറൗണ്ട് എന്നിവ ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ ഫ്ലക്സ് ഡയറക്ഷൻ റോ ആയിരിക്കുന്ന സമയത്ത് ഫ്ലക്സ് ഐറ്റംസിനെ വെർട്ടിക്കൽ ആക്സിസിൽ അലൈൻ ചെയ്യാൻ അലൈൻ ഐറ്റംസ് എന്ന പ്രോപ്പർട്ടി ഉപയോഗിക്കാം. ഇതിന്റെ വാല്യൂ ആയി ഫ്ലക്സ് സ്റ്റാർട്ട്, സെൻറ്റർ, ഫ്ലക്സ് എൻഡ്, സ്ട്രെച്ച്, ബേസ് ലൈൻ എന്നിങ്ങനെ കൊടുക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നേരത്തെ പറഞ്ഞ മെയിൻ ആക്സിസിന്റെയും ക്രോസ് ആക്സിസിന്റെയും കാര്യം ഓർമ്മയുണ്ടല്ലോ. നിങ്ങൾ ഫ്ലക്സ് ഡയറക്ഷൻ കോളം എന്ന് സെറ്റ് ചെയ്യുമ്പോൾ ഈ 2 ആക്സിസുകൾ നേരെ ഓപ്പോസിറ്റ് ആവുന്നതാണ്. അതുകൊണ്ട് തന്നെ വെർട്ടിക്കലായി അലൈൻ ചെയ്യാൻ ജസ്റ്റിഫൈ കണ്ടന്റും ഹൊറിസോണ്ടലായി അലൈൻ ചെയ്യാൻ അലൈൻ ഐറ്റംസും ഉപയോഗിക്കേണ്ടി വരും. ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നിങ്ങളുടെ ചൈൽഡ് എലമെന്റ്സിന് ഫ്ലക്സ് കണ്ടെയ്നറിന്റെ ഉള്ളിൽ ഫിറ്റ് ആവുന്നതിനേക്കാൾ വിഡ്ത്ത് ഉണ്ടെന്ന് കരുതുക. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവിടെ തന്നെ ഓവർഫ്ലോ ചെയ്ത് നിൽക്കണോ, അടുത്ത ലൈനിലേക്ക് ആ ഡിവ് ജമ്പ് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഫ്ലക്സ് റാപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ 4 ഡിവുകൾ ഉള്ളതായി കാണാം. എന്നാൽ അവിടെ വേണ്ടത്ര സ്പേസ് ഇല്ലാത്ത പോലെ തോന്നുന്നില്ലേ? ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഫ്ലക്സ് റാപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ചൈൽഡ് ഡിവുകൾക്ക് ഒരു മിനിമം വിഡ്ത്ത് ഉണ്ടെങ്കിൽ അതിന് അവിടെ നിൽക്കാൻ സ്പേസ് ഇല്ലെങ്കിൽ അത് അടുത്ത റോയിലേക്ക് പോകുന്നത് കാണാം. ഇനി ഇതിന്റെ വാല്യൂ ആയി നോ റാപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഒരു റോയിൽ തന്നെ തിങ്ങി ഞെരുങ്ങി നിൽക്കുന്നത് കാണാം. റാപ്പ് റിവേഴ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയും അലൈൻ ആകുന്നത് കാണാം. ഇപ്പോൾ ഏതായാലും ഫ്ലക്സ് റാപ്പ് എന്ന് സെറ്റ് ചെയ്യാം. ഇതുപോലെ ഫ്ലക്സ് ഐറ്റംസ് ഒന്നിലധികം റോസ് ആയി മാറുമ്പോൾ അവയുടെ വെർട്ടിക്കൽ അറേഞ്ച്മെന്റ് സെറ്റ് ചെയ്യുവാനാണ് അലൈൻ കണ്ടന്റ് എന്ന പ്രോപ്പർട്ടി. ഇതിന്റെ വാല്യൂ ആയി ഫ്ലക്സ് സ്റ്റാർട്ട്, സെന്റർ, ഫ്ലക്സ് എൻഡ്, സ്പേസ് ബിറ്റ്വീൻ, സ്പേസ് അറൗണ്ട്, സ്ട്രെച്ച് എന്നിവ ഉപയോഗിക്കാവുന്നതാണ്. എപ്പോഴും ക്രോസ് ആക്സിസിൽ വരുന്ന പ്രോപ്പർട്ടീസ് ആണ് അലൈൻ കണ്ടന്റ്, അലൈൻ ഐറ്റംസ് എന്നിവ. അതുപോലെ മെയിൻ ആക്സിസിൽ വരുന്ന പ്രോപ്പർട്ടീസ് ആണ് ജസ്റ്റിഫൈ കണ്ടന്റ്, ജസ്റ്റിഫൈ ഐറ്റംസ് എന്നിവ. ഇനി അവസാനമായി പറയാനുള്ളത് ഫ്ലക്സ് ഐറ്റംസിന്റെ സൈസ് നിർണ്ണയിക്കുന്ന പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ്. ഫ്ലക്സ് ഗ്രോ എന്ന പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഓരോ ചൈൽഡ് എലമെന്റ് എത്രമാത്രം മെയിൻ ആക്സിസിലെ സ്പേസ് ഉപയോഗപ്പെടുത്തണം എന്ന് തീരുമാനിക്കാൻ സാധിക്കും. ഫ്ലക്സ് ഗ്രോ എന്ന പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യേണ്ടത് നമ്മൾ ഏത് ചൈൽഡ് എലമെന്റിന്റെ സൈസ് ആണോ നിർണ്ണയിക്കേണ്ടത് അതിന്റെ
സ്റ്റൈൽ റൂളിന്റെ ഉള്ളിലാണ്. ഇത് ബേസിക്കലി ഒരു റേഷ്യോ പോലെയാണ്. ഞാനിപ്പോൾ ഇവിടെ 1 എന്ന ക്ലാസിന്റെ സ്റ്റൈൽ റൂളിനകത്ത് ഫ്ലെക്സ് ഗ്രോ 1 എന്ന് സെറ്റ് ചെയ്യുന്നു. ഇപ്പോൾ വരുന്ന മാറ്റം എന്താണെന്ന് ശ്രദ്ധിക്കുക. ഇനി 2 എന്ന ക്ലാസ്സിൽ ഞാൻ ഫ്ലെക്സ് ഗ്രോ 2 എന്ന് സെറ്റ് ചെയ്യുന്നു. ഇപ്പോൾ 1 എന്ന ക്ലാസ് ഉള്ള ഡിവും 2 എന്ന ക്ലാസ് ഉള്ള ഡിവും 1:2 എന്ന അനുപാതത്തിൽ മെയിൻ ആക്സിസിന്റെ നീളം ഷെയർ ചെയ്യുന്നതായി കാണാം. ഇതുപോലെ തന്നെയുള്ള കോൺസെപ്റ്റ് ആണ് ഫ്ലെക്സ് ഷ്രിങ്ക് എന്ന പ്രോപ്പർട്ടിയുടേത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കോൺസെപ്റ്റ്. എത്രമാത്രം വിഡ്ത്ത് ഷ്രിങ്ക് ചെയ്യാം എന്നതിന്റെ ഒരു റേറ്റ് പോലെയാണ് ഈ വാല്യൂ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ചൈൽഡ് ഡിവിന് ഒരു മിനിമം വിഡ്ത്ത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന പ്രോപ്പർട്ടിയാണ് ഫ്ലെക്സ് ബേസിസ് എന്നത്. ഇത് ബേസിക്കലി ഒരു മിൻ വിഡ്ത്ത് സെറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഫ്ലെക്സ് റാപ്പ് എന്ന് സെറ്റ് ചെയ്തിട്ട് ഫ്ലെക്സ് ബേസിസ് 200 പിക്സൽ എന്നും സെറ്റ് ചെയ്തിട്ട് ഈ സ്ക്രീൻ ഒന്ന് ചെറുതാക്കി നോക്കാം. ഇപ്പോൾ ആ ചൈൽഡ് ഡിവിന് മിനിമം 200 പിക്സൽ വിഡ്ത്ത് വെച്ചുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ ആ ഡിവ് അടുത്ത റോയിലോട്ട് ജമ്പ് ചെയ്യുന്നതായി കാണാം. ഇതാണ് ഫ്ലെക്സ് ബേസിസ്. ആൻഡ് there you have it. ഡിസ്പ്ലേ ഫ്ലെക്സ് എന്നത് വളരെ പവർഫുൾ ആയ ഒരു CSS പ്രോപ്പർട്ടിയാണ്. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫ്ലെക്സിബിളും റെസ്പോൺസീവുമായ ലേഔട്ടുകൾ വളരെ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് എല്ലാം പരീക്ഷിച്ചു നോക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും ദിസ് ഈസ് മീ നിവേദ് കന്നഡ സൈനിങ് ഓഫ്.